വല്യമ്മച്ചി, വല്യമ്മച്ചി, ഇത് ഞാനാ ഗേളി. വാതിൽ തുറക്ക്. വല്യമ്മച്ചി ഒന്ന് വാതിൽ തുറക്കുന്നേ, ഞാനാ. മാറിക്ക്. ഇതൊന്ന് പിടിച്ചേ. ഞാനേ ഇപ്പൊ ഒരു പണി കാണിച്ചു തരാം. ഏട്ടാ, വല്യമ്മച്ചി, എനിക്ക് കഴിക്കാൻ ഒന്നും വേണ്ട. ഞാനും അലക്സാണ്ടേഴ്സും കൂടി ഐസ്ക്രീമും ചോക്ലേറ്റ്സും ഒത്തിരി കഴിച്ചു. വയറ് വല്ലാതെ നിറഞ്ഞു. ഓ, അല്ലേലും വല്യമ്മച്ചി എനിക്കൊന്നും തരില്ലല്ലോ. അതൊക്കെ ഇങ്ങത്താ. ഇന്നേ എല്ലാവരും വീട്ടിൽ പോയി ഒന്നും പഠിക്കാതെ കിടന്ന് ഉറങ്ങിക്കോ. അപ്പൊ നാളെ കാണോ? കാണാം. ഒന്ന് ബെല്ലടിച്ചോട്ടെ. പോടാ. വാന്നയല്ലേ റൊട്ടി തീറ്റിക്കും. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ആ, വല്യമ്മച്ചി വല്ലതും കഴിച്ചിട്ട് നേരത്തെ കിടന്ന് ഉറങ്ങിക്കോളൂ. എനിക്ക് ഇച്ചിരി ജോലിയുണ്ട്. അയ്യോ, പ്രാർത്ഥിച്ചില്ല. നിന്റെ ഡാഡി മാത്യൂസ് ഇപ്പൊ എവിടെയാ? ഡൽഹിയില്. അയാളിപ്പോ ഇവിടെ എന്ത് ചെയ്യുന്നു? അവിടെ അഗ്രികൾച്ചറൽ കോളേജിൽ പ്രിൻസിപ്പളാ. നിനക്ക് ഇഷ്ടമാണോ നിന്റെ ഡാഡിയെ? എന്ത് ചോദ്യം? എന്റെ എല്ലാം എന്റെ ഡാഡിയാണ്. അങ്ങനെയാണെങ്കിൽ എന്തിനിവിടെ വന്നു? ആര് നിന്നെ വിളിച്ചു? മാത്യൂസിന്റെ മകളെ ഈ വീട്ടിൽ എനിക്ക് വേണ്ട. അയാൾ ഇനിയും എന്നെ ദ്രോഹിക്കാൻ ഞാൻ ഒരിക്കലും സമ്മതിക്കില്ല. ഒരു നിമിഷം പോലും ഇവിടെ നിന്ന് പോകരുത്. പോ പുറത്ത്. പറഞ്ഞത് കേട്ടില്ലേ? പോ. ഇറങ്ങി പോകാനാണ് പറഞ്ഞത്. നിന്റെ ഡാഡിയുടെ അടുത്ത് തന്നെ പൊയ്ക്കോ. എന്റെ വീട്ടിൽ നിന്റെതൊന്നുമല്ല. എല്ലാം എടുത്തോണ്ട് പോ. നിന്റെ ഡാഡി എന്നോട് എന്താണ് ചെയ്തതെന്ന് നിനക്കറിയാമോ? പോ, പോയി ചോദിക്ക. എന്റെ കുടുംബത്തോട് എന്താണ് ചെയ്തതെന്ന് നിനക്കറിയാമോ? ചെന്ന് ചോദിക്ക. എന്നോടും എന്റെ മോളോടും എന്താണ് ചെയ്തതെന്ന് നിനക്കറിയാമോ? ചോദിക്ക. എന്റെ മണിക്കുട്ടി മരിക്കാൻ കാരണം ആരാണെന്ന് അറിയാമോ? ചെന്ന് ചോദിക്കുന്നേ. എന്റെ ഒന്നുപോലെ ഇവിടെ കണ്ടുപോയത് എല്ലായിടത്തും കൊണ്ട് പോ. ഈ പടിമട്ടത്തിന് കാലി കുത്തി പോകരുത്. ഇറങ്ങിപ്പോ. എവിടെയെങ്കിലും പൊയ്ക്കോ. മതി, പോവാ. എങ്ങോട്ടെങ്കിലും പോവാ. പക്ഷെ വല്യമ്മച്ചി ഒന്നോർത്തോ, ഞാൻ പോകുന്ന എന്റെ ഡാഡിയുടെ അടുത്തേക്കില്ല. ഞാനും ഡാഡിയും തമ്മിലുണ്ടായിരുന്ന എല്ലാ ബന്ധങ്ങളും അവസാനിച്ചിട്ടാണ് ഇവിടെ വന്നത്. വല്യമ്മച്ചിക്ക് എന്നെ വേണ്ട. ഞാൻ പോവാ. എങ്ങോട്ടെങ്കിലും പോവാ. മതിയായി. നിനക്ക് വേണ്ടിയാണ് മോളെ ഇത്രയും കാലം ഞാൻ കാത്തിരുന്നത്. എല്ലാ മുഖങ്ങളും ഞാൻ വെറുത്തത് നിന്റെ മുഖം വീണ്ടും കാണാൻ വേണ്ടിയാണ്. നീ വരുന്നില്ലേ?
എങ്ങോട്ട്? വീട്ടിലേക്ക്. രാത്രിയല്ലേ, ഇന്നവിടെ കിടന്നുറങ്ങിയിട്ട് കാലത്തെ പോയാൽ മതി. ഒരു രാത്രിക്ക് താമസിക്കാൻ ആ വീടെന്താ ലോഡ്ജോ മറ്റോ ആണോ? എന്നാലും തല്ലിയിറക്കിയിട്ട് തിരികെ വിളിക്കാൻ നാണമില്ലല്ലോ കുഞ്ഞുഞ്ഞമ്മ തോമസിന്. നിന്നോടൊന്നല്ല, മറ്റെല്ലാരോടും എങ്ങനെയാണ് പെരുമാറേണ്ടത് ഞാൻ മറന്നുപോയി. അതുകൊണ്ടാ. അധികം വർത്തമാനം പറയണ്ട. വരൂ 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 കേളി. അറ്റ്ലീസ്റ്റ് എന്റെ പേരെങ്കിലും വിളിച്ചല്ലോ. ശരി. നിനക്കറിയില്ല, ഒന്നും അറിയില്ല. നിന്റെ ഡാഡി നിന്നോട് പറഞ്ഞിട്ടും ഉണ്ടാവില്ല. നിന്റെ മമ്മിക്ക് 1 വയസ്സ് പ്രായമുള്ളപ്പോഴാണ് എനിക്ക് എന്റെ ഭർത്താവിനെ നഷ്ടപ്പെട്ടത്. പിന്നെ ഈ ലോകത്തിൽ എല്ലാം എനിക്ക് അവളായിരുന്നു, എന്റെ മണിക്കുട്ടി. ഒരു നിമിഷം പോലും അവളിൽ നിന്ന് അകന്നു നിൽക്കാൻ എനിക്ക് പറ്റില്ലായിരുന്നു. അവൾ വളർന്നു വലുതായപ്പോൾ അവൾക്ക് ഇഷ്ടമുള്ള ഒരാളെ കല്യാണം കഴിക്കാൻ ഞാൻ പറഞ്ഞു. പക്ഷേ ഒറ്റ നിർബന്ധം മാത്രം എനിക്കുണ്ടായിരുന്നു. അവളെ കല്യാണം കഴിക്കുന്ന ആൾ എന്റെ കൂടെ താമസിക്കണമെന്ന്. അവളെ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കാൻ മാത്രമായിരുന്നു ആ നിബന്ധന ഞാൻ വച്ചത്. എന്റെ മുഖത്ത് നോക്കി സമ്മതിച്ചുകൊണ്ടാണ് നിന്റെ ഡാഡി മാത്യൂസ് അവളെ കല്യാണം കഴിച്ചത്. പക്ഷേ പിറ്റേ ദിവസം മുതൽ തന്നെ അയാൾ അവളെ എന്നിൽ നിന്നും പറിച്ചെടുക്കുകയായിരുന്നു. എവിടേക്കോ കൂട്ടിക്കൊണ്ടുപോവുക. 7ഉം 8ഉം ദിവസങ്ങൾ കഴിഞ്ഞാണ് മടങ്ങുന്നത്. 1ഉം 2ഉമല്ല, പല പ്രാവശ്യം. എനിക്കത് സഹിക്കാൻ വയ്യായിരുന്നു. ഞാനൊന്ന് സൂചിപ്പിച്ചതേ ഉള്ളൂ. അയാളതൊരു അവസരമാക്കി എടുത്ത് എന്റെ മകളെയും കൊണ്ടുപോയി. അത് കഴിഞ്ഞിട്ടുള്ള എന്റെ ജീവിതം എത്ര കഷ്ടം പിടിച്ചതായിരുന്നു എന്ന് എനിക്ക് മാത്രമേ അറിയാവൂ. എന്റെ മണിക്കുട്ടിക്കും എന്നെ കാണാതിരിക്കാൻ പറ്റില്ലായിരുന്നു. അതുകൊണ്ടാണ് അവൾ നിന്നെ പ്രസവിക്കുന്ന സമയത്ത് ഒറ്റയ്ക്ക് എന്റെ അടുത്ത് വന്നത്. അന്നവൾ പറഞ്ഞു, നിന്റെ ഡാഡി അവളെ ഒരുപാട് ഉപദ്രവിക്കുമായിരുന്നു എന്നൊക്കെ. പഴയതുപോലെ തന്നെ ഞാൻ അവളെ സ്നേഹിക്കുകയും ലാളിക്കുകയും ശുശ്രൂഷിക്കുകയും ചെയ്തു. അങ്ങനെ ഒരു ക്രിസ്മസ് രാത്രിയിൽ അവൾ പ്രസവിച്ചു നിന്നെ. കുറച്ചുനാൾ കഴിഞ്ഞപ്പോൾ കുഞ്ഞിനെ കാണണമെന്നും പറഞ്ഞ് അയാൾ വന്നു. പിന്നെ ദിവസവും വരാൻ തുടങ്ങി. നിനക്ക് 5 മാസമായപ്പോൾ ഞാൻ അറിഞ്ഞു കുഞ്ഞിനെയും തള്ളയും കൊണ്ടുപോകാൻ അയാൾ ശ്രമിക്കുകയാണെന്ന്. എന്റെ നാവിൽ വന്നതെല്ലാം ഞാൻ അയാളോട് മുഖത്ത് നോക്കി പറഞ്ഞു. അയാൾ ചോര കുഞ്ഞിനെയും കയ്യിലെടുത്ത് എന്റെ മണിക്കുട്ടിയോട് വാ എന്ന് പറഞ്ഞിറങ്ങി നടന്നു. പെറ്റ വയറല്ലേ, പൊട്ടിക്കരഞ്ഞുകൊണ്ട് എന്റെ മകൾ എന്നോട് യാത്ര പറഞ്ഞിറങ്ങി. അതായിരുന്നു അവസാനം. പിന്നെ ഞാൻ അവളെ കണ്ടതേയില്ല. 1 വർഷം തികയുന്നതിന് മുമ്പേ അവൾ മരിച്ചു. എന്റെ സ്നേഹം കിട്ടാതെ എന്നെ ഓർത്ത് നൊമ്പരപ്പെട്ടുകൊണ്ട്. എന്നിട്ടും ഞാൻ അയാളുടെ അടുക്കൽ പോയി. നിന്നെ എനിക്ക് താ, ഞാൻ വളർത്തിക്കൊള്ളാമെന്ന് പറഞ്ഞു. അയാൾ സമ്മതിച്ചില്ല. പെൺകുഞ്ഞല്ലേ. ഞാൻ അയാളുടെ കാൽക്കൽ വീണ് അപേക്ഷിച്ചു. അയാൾ തന്നില്ല. മറ്റൊരു നിവൃത്തിയുമില്ലാതെ വന്നപ്പോൾ നിന്നെ വിട്ടുകിട്ടുവാൻ വേണ്ടി ഞാൻ കേസ് കൊടുത്തു. അപ്പോഴെങ്കിലും അയാൾക്ക് നിന്നെ എന്നെ ഏൽപ്പിക്കാമായിരുന്നു. അയാൾ എതിർ കേസ് കൊടുത്തു. 4 വർഷം ഞാൻ കോടതിയിൽ കയറിയിറങ്ങി നിനക്ക് വേണ്ടി. ഒടുവിൽ വിധി വന്നത് മോൾ അച്ഛന്റെ കൂടെ വളരട്ടെ എന്നും പറഞ്ഞായിരുന്നു. പിന്നെ 17 വർഷം ഞാൻ കാത്തിരുന്നു. എന്നെങ്കിലും നീ എന്നെ തേടി വരുമെന്ന് എനിക്ക് തീർച്ചയായിരുന്നു. ദാ ഈ കോളിംഗ് ബെൽ കണ്ടില്ലേ? ഇതെന്നെ എത്രമാത്രം ശല്യപ്പെടുത്തുന്നുണ്ടെന്ന് നിനക്കറിയാമോ? എന്നാലും ഞാനിത് സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത് ഏത് പാതിരക്കെങ്കിലും നീ വന്ന് അടിച്ചാൽ എണീറ്റ് ഓടി വന്ന് വാതിൽ തുറന്നു തരാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്.
ഇപ്പൊ നീ വന്ന് നിന്റെ ഡാഡിയാണ് നിനക്കെല്ലാം എന്ന് പറയുമ്പോൾ സാരമില്ല. അയാൾ വന്ന് വിളിക്കുന്ന ആ നിമിഷം നീ ഇറങ്ങിപ്പോകുമ്പോൾ എനിക്കൊന്നുമില്ല. എന്നാലും എന്തിനു വേണ്ടിയാണ് ഇത്രയും കാലം ഞാൻ കാത്തിരുന്നതെന്ന് ഓർത്തു പോകും. അതുകൊണ്ട് വല്യമ്മച്ചി, ഞാനിവിടെ വന്നത് തിരികെ പോകാനല്ല, ഇനിയുള്ള കാലം ഈ വീട്ടിൽ താമസിക്കാനാണ്. ഇല്ല, നീ പോകും. എനിക്കറിയാം. വല്യമ്മച്ചിക്ക് എങ്ങനെ അറിയാം? പോവില്ലെന്ന് ഞാനല്ലേ പറയുന്നത്. എനിക്ക് വിശ്വാസമില്ല. നീ കുട്ടിയാണ്. ആരെങ്കിലും വന്ന് വിളിച്ചാൽ ചെറുത്ത് നിൽക്കാൻ നിനക്കാവില്ല. ആര് വന്ന് വിളിക്കാൻ? ഡാഡിയോ? എന്റെ മമ്മിയെ പോലല്ലോ ഞാൻ. കുറച്ചുകൂടി തന്റെ ഇടം തോന്നില്ല എന്നെ കണ്ടിട്ട്. മാത്രമല്ല, ഈ നിമിഷം മുതൽ വല്യമ്മച്ചിക്ക് വേണ്ടി ഞാൻ എന്റെ ഡാഡിയെ വെറുക്കുന്നു, മറക്കുന്നു. പോരെ? എന്നാൽ വേഗം സത്യം ചെയ്യും. നിന്റെ വല്യമ്മച്ചി വിട്ടിട്ട് എന്റെ മോളിനി എങ്ങും പോയല്ലെന്ന് സത്യം ചെയ്യും. ശരി, മാതാവിന്റെ മുമ്പിൽ വെച്ച് തന്നെ ആവട്ടെ. എന്റെ വല്യമ്മച്ചി വിട്ടിട്ട് ഈ ലോകത്തിൽ ആര് വന്ന് വിളിച്ചാലും ഞാൻ പോവില്ല. സത്യം. എന്താ വല്യമ്മച്ചി? ഒന്നുമില്ല മോളെ. ഇത്രയും കാലം എന്നെയും കാത്തിരുന്ന വല്യമ്മച്ചി പിന്നെന്തിനാ ഞാൻ വന്നപ്പോ വല്ലാതെയൊക്കെ പെരുമാറിയത്? അതെനിക്കറിയില്ലായിരുന്നു മോളെ. എനിക്ക് വിശ്വസിക്കാൻ മേലായിരുന്നു. എങ്കി പറ, ആരെ പോലായിരുന്നു എന്റെ മമ്മി? എന്നെ പോലെയോ അതോ വല്യമ്മച്ചി പോലെയോ? ഞാനിപ്പോ വരാം. ദേ, ഇതാരാണെന്ന് കണ്ടോ? ഈ നെറ്റിയും മൂക്കും കണ്ണുമെല്ലാം നിന്റെ തന്നെയല്ലേ? മമ്മി. ഞാൻ കണ്ടിട്ടില്ലാത്ത എന്റെ അമ്മ.